ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ കോഴിക്കോട് നല്ല മഴയാണ് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികൾക്ക്, അതായത് കൊച്ചു കുട്ടികൾക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു ഡെയിലി റുട്ടീൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ റോസുട്ടിക്ക് ഞാൻ ഇതുവരെയും ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിൽ പോയപ്പം ഒരു പാരൻറ്റ്, എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, മോൾക്കൊരു ഡെയിലി റുട്ടീൻ ചാർട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്, ഈ കൊച്ചു കുട്ടികൾക്ക് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും അതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, അപ്പം ആവശ്യമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഒരു ഡെയിലി റുട്ടീൻ ക്രിയേറ്റ് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മുടെ ചാനലിലും കൂടി അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആ മോൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ റോസൂട്ടിക്കും കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ ആ ഒരു ഡെയിലി റുട്ടീൻ ചാർട്ട് അനുസരിച്ച് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ 3-ാം തീയതി സ്കൂൾ ഓപ്പൺ ചെയ്യുവാണല്ലോ. അപ്പം ഇതൊരിക്കലും ഒരു സ്റ്റഡി ടൈം ടേബിൾ ആണെന്ന് വിചാരിക്കരുത്. ഇതൊരു ഡെയിലി റുട്ടീൻ ചാർട്ട് മാത്രമാണ് കേട്ടോ. ഞാൻ കുറേ നാൾ സ്കൂൾ കൗൺസിലറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു 4 വർഷത്തോളം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കുട്ടികൾ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ കൂടുതലും സ്റ്റഡി ടിപ്സ് ആൻഡ് ടെക്നിക്സ്, മെമ്മറി ടെക്നിക്സ് ഒക്കെ ചോദിച്ച്, അല്ലെങ്കിൽ ടൈം ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വരാറുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ഞാൻ സ്റ്റഡി ടൈം ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് അവർക്ക് യൂസ്ഫുൾ ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ടൈം ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചൊരു വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഒരു ഡെയിലി റുട്ടീൻ എങ്ങനെയാണ് കുട്ടികൾക്ക് ആ ഒരു ചാർട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈ സൈഡിൽ ഞാൻ കാണിക്കാം, ശ്രദ്ധിക്കുക. ഈ ഒരു ചാർട്ടിൽ ടൈം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാരണം ഇതിൽ ടൈം ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ഓരോ കുട്ടികളും എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ ടൈം തൊട്ടിട്ടുള്ള ഒരു ഓർഡറിലാണ് നമ്മൾ ഈ ആക്ടിവിറ്റീസ് ചെയ്യിക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ ടൈം ഇതിനകത്ത് ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഓരോ കുട്ടികൾക്കും പറ്റുന്ന രീതിയിൽ നിങ്ങളത് ക്രമീകരിച്ച് കൊടുക്കണം. ഇത് കണ്ടോ, ഇത് ക്യാൻവ ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ക്യാൻവ ആപ്പ് ഉപയോഗിച്ച് ഫ്ലയേഴ്സ്, പോസ്റ്റേഴ്സ്, നോട്ടീസൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ക്യാൻവ ആപ്പിലാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ A4 സൈസ് ഒരു പേപ്പർ എടുത്തിട്ട് അതിൽ നന്നായിട്ട് കളർഫുള്ളായിട്ട് എഴുതി നല്ല പിക്ചറൊക്കെ സൈഡിൽ വരച്ച് വേണമെങ്കിൽ അങ്ങനെയും അട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്യാൻവയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. A4 സൈസ് ഡോക്യുമെൻറ്റിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ഒരു സംഭവം അതേപോലെ കോപ്പി ചെയ്തിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഇതിൽ ഓരോ കുട്ടികളും ഡിഫറെൻ്റ് ആണല്ലോ. ചില കുട്ടികൾക്ക് അവരുടേതായ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്, ഇപ്പം ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും, മ്യൂസിക് ഇഷ്ടമുള്ളവരുണ്ടാവും, ഡ്രോയിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, അതുപോലെ ഇൻസ്ട്രുമെൻറ്റ്സ് വയലിൻ, കീബോർഡൊക്കെ പ്ലേ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓരോ കുട്ടിക്ക് ഓരോ സ്കിൽസ് ഉണ്ടാവും. അത് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഇപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതുകൂടി നമുക്കിതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു ബേസിക് ആയിട്ടുള്ള കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചാർട്ടാണ്. അപ്പോൾ ഇത് റോസൂട്ടിക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ മോഡലിലാണ് ചെയ്യേണ്ടതെന്ന് മാത്രം. ഈ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് പ്രിൻ്റ് ചെയ്തിട്ട് എടുത്തിട്ട് കുട്ടികൾ പഠിക്കുന്ന റൂമിൽ ഒരു ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കോ, എങ്ങനെയാണെങ്കിലും നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആവാനായിട്ട്, അവരുടെ സ്ക്രീൻ ടൈം കുറച്ചുകൂടി കുറയാനായിട്ടും ഒക്കെ നല്ലതാണ്. ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ മൊബൈൽ ഫോൺ അഡിക്ഷനും, അതുപോലെ മൊബൈലിലാണെങ്കിൽ ഓൺലൈൻ ഗെയിം അഡിക്ഷൻ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുമായിട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മളൊരു ഡെയിലി റുട്ടീൻ ഇത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരൊന്നും കൂടി സ്ക്രീൻ ടൈമൊക്കെ കുറച്ച് ആ ഒരു ഡെയിലി റുട്ടീൻ്റെ ചാർട്ട് അനുസരിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്കങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, നമ്മളിത് പ്രഷർ ചെയ്ത് ഇതന്നെ ചെയ്യണമെന്ന് വാശി പിടിക്കുകയൊന്നും ചെയ്യരുത്. ഈ ഒരു ചാർട്ട് കുട്ടികൾക്ക് കൊടുക്കുക, മോനെ നാളെ മുതൽ ഇതനുസരിച്ച് ചെയ്യാനായിട്ടൊന്ന് ശ്രമിച്ച് നോക്കിക്കേ, എല്ലാം നമുക്ക് കറക്റ്റ് ടൈമിൽ ചെയ്യാനായിട്ട് പറ്റും എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഒരിക്കലും സ്റ്റഡി ടൈം ടേബിൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അത് വേറെയാണ്. സ്റ്റഡി ടൈം ടേബിളിൽ ഇപ്പോൾ ഈ കൊച്ചു കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ ഒരു സ്റ്റഡി ടൈം ടേബിളിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം
അവർക്ക് ഈ ഒരു സ്റ്റഡി ടൈം എന്ന് പറഞ്ഞ ആ ഒരു ടൈമിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും പഠിക്കാനായിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഇതിൽ ഈ ഒരു ചാർട്ടിൽ റീഡിങ്ങിന് ഒരു ടൈം വെച്ചിട്ടുണ്ട്, പഠിക്കാനായിട്ടൊരു ടൈം വെച്ചിട്ടുണ്ട്, അതുപോലെ ഹോംവർക്ക് ചെയ്യാനായിട്ട് ഒരു ടൈം വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു 3 കാര്യങ്ങൾ മാത്രം മതി അതിനകത്ത്. അപ്പോൾ സ്റ്റഡി ടൈം ടേബിൾ ശരിക്കും ഏറ്റവും അത്യാവശ്യം ഹൈസ്കൂൾ അതുപോലെ ഹയർ സെക്കൻഡറി സ്റ്റുഡൻസിനൊക്കെയാണ്. UP തൊട്ട് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് സ്റ്റഡി ടൈം ടേബിൾ. അതുവരെ ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റഡി ടൈം ഉണ്ടായാൽ മതി കൊച്ചു കുട്ടികൾക്ക്. ഓക്കെ, കാരണം കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് ഒരു 20 to 30 മിനിറ്റ്സൊക്കെ അവർക്ക് കോൺസെൻട്രേഷൻ ഉണ്ടാവത്തുള്ളൂ പഠിക്കാനായിട്ട്. അത്രയും സമയത്തിൻ്റെ ആവശ്യമേ വരുള്ളൂ നമുക്ക് പഠിപ്പിക്കാനായിട്ടും. അപ്പോൾ ഈ ഒരു ഡെയിലി റുട്ടീൻ ചാർട്ടിൻ്റെ ആവശ്യമേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ചാർട്ട് ആവശ്യമാണെങ്കിൽ അതെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക മുന്നോട്ട്. ഓക്കെ, നല്ല നല്ല വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ.